നമസ്കാരം. സോംജിസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ലക്ഷ്യമില്ലാതെ താഴോട്ടും മുകളിലോട്ടും ആടിക്കളിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പോസിറ്റീവായിട്ടാണ് രാവിലെ ഓപ്പൺ ചെയ്തതെങ്കിലും മാർക്കറ്റിന് അത് നിലനിർത്താനായില്ല. പതുക്കെ താഴോട്ട് പോയി. നിഫ്റ്റി 1 പോയിന്റ് ഉയർന്ന് ആണ് ക്ലോസ് ചെയ്തതെങ്കിൽ സെൻസെക്സ് 53 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്ക് അനുവദിച്ച റീപ്പോ നിരക്കുകളും ക്യാഷ് റിസർവ് റേഷ്യോയുടെ നിരക്കും ഒക്കെ കൂടി ചേർന്ന് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നല്ലൊരു റാലി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ലാഭം എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനുള്ള ശ്രമം ഇന്നവർ നടത്തിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റോക്കുകളെല്ലാം തന്നെ താഴെയാണ് ക്ലോസ് ചെയ്തത്. മറ്റ് സെക്ടറുകളെ പറഞ്ഞാൽ IT സെക്ടർ ഇന്ന് നന്നായി പ്രതികരിച്ചു എന്ന് വേണം പറയാൻ. നല്ല രീതിയിൽ ഉയരുകയുണ്ടായി. പല നമ്മുടെ ലാർജ് ക്യാപ്പ് ഓഹരികളായിട്ടുള്ള TCS, ടെക് മഹീന്ദ്ര, വിപ്രോ ഇതൊക്കെ നല്ല രീതിയിൽ ഉയർച്ച കാഴ്ചവെച്ചു. മാർക്കറ്റ് അങ്ങനെ ആടിക്കളിക്കുന്ന അവസരത്തിലും നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡേറ്റ ഇന്ന് പുറത്തു വന്നത് നൽകുന്ന സൂചനകൾ പോസിറ്റീവ് തന്നെയാണ്. ഇക്വിറ്റി അധിഷ്ഠിതമായ ഫണ്ടുകളിലേക്ക് ഈ മാസം മെയ് മാസത്തിലെ മ്യൂച്വൽ ഫണ്ട് വരവ് കുറഞ്ഞു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 22% കുറവുണ്ടായി മ്യൂച്വൽ ഫണ്ടിലേക്ക്, ഈ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിലേക്കുള്ള വരവ്. പക്ഷെ വേറൊരു കാര്യമുള്ള അന്നേരം NFO എന്ന് പറഞ്ഞ് ഈ മാസം 1000% വർധനയാണ് കാണിച്ചത്. NFO ന്യൂ ഫണ്ട് ഓഫറുകൾ അധികം വന്നത് ഹൈബ്രിഡ് ഫണ്ടുകൾ, പിന്നെ മൾട്ടി ക്യാപ് ഫണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നത് കൊണ്ട് അതിലേക്ക് കൂടുതൽ വരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ 350 കോടി വന്ന് ഏപ്രിൽ മാസത്തിൽ നിന്ന് ഇത് ഏകദേശം 1000 കോടിക്കടുത്താണ് പെട്ടത്. 3050 കോടി ആണ് വന്നത്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ കാണണം അവിടെ. അതാണ് ഈ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് ഇത്ര കുറയാനുണ്ടായ കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഗോൾഡ് ETF-ലേക്ക് ഏപ്രിൽ മാസത്തിൽ 5 കോടിയിൽ ചെല്ലാനും വന്ന സ്ഥാനത്ത് 292 കോടിയാണ് ഗോൾഡ് ETF-ലേക്ക് വന്നത്. അതും ആളുകൾ കൃത്യമായി കണക്കുകൂട്ടി തന്നെ വാങ്ങുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. ആളുകളുടെ പ്രയോറിറ്റി ഇക്വിറ്റി മാർക്കറ്റ്, അതായത് ഷെയർ മാർക്കറ്റ് അല്പം താഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള പ്രതീക്ഷയ്ക്ക് അപ്പുറം മറ്റുള്ള ഫണ്ടുകളിലേക്ക്, അതായത് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകൾ, മൾട്ടി ക്യാപ് ഫണ്ട്, മൾട്ടി അസറ്റ് ഫണ്ട് ഇങ്ങനെയുള്ളതിലേക്കൊക്കെ ആളുകൾ വഴിതിരിച്ചു വിടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആളുകൾ കുറെ കൂടി മച്യൂർഡ് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ മാർക്കറ്റിനെ വിലയിരുത്തുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുപോലെ SIP ആയിട്ടുള്ള നിക്ഷേപത്തിലേക്ക് ഈ മാസവും വളർച്ചയാണ് കാണിച്ചിട്ടുള്ളത്. 26,668 കോടി രൂപയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 26,300 ശിഷ്ടം കോടികളായിരുന്നു. ഈ തവണ അത് 26,663 കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ SIP ആളുകൾ തുടരുന്നുണ്ട്. അതേസമയം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇടയ്ക്കിടെ നിക്ഷേപിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അതിലേക്കുള്ള നിക്ഷേപം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് വന്നത് വളരെയേറെ കുറയുകയുണ്ട്. 22% കുറവുണ്ടായി ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് വന്നതിന്. ആ സമയത്ത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എല്ലാ കാലത്തെയും ഉയർന്ന നിലയിലേക്ക് വന്നു. അതായത് ടോട്ടൽ അസറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ടോട്ടൽ അസറ്റ് 72.2 ലക്ഷം കോടി രൂപയിലെത്തി. അതെല്ലാ കാലത്തെയും ഉയർന്ന ലെവലാണ്. അത്
ഈ തവണ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള വരവ് കുറഞ്ഞെങ്കിൽ തന്നെയും ബാക്കിയുള്ളതിലെല്ലാം ഉയർന്ന നിലയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വരവ് കൂടി എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ അതിന് 72 കോടിയിലേക്ക് എത്താൻ പറ്റിയത്. 68 ചില്ലാനും ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഏപ്രിൽ. അപ്പോൾ ആ രീതിയിൽ അതിന് മാറ്റം വന്നു. SIP ആണെങ്കിൽ അതേ രീതിയിൽ തുടരുന്നു, അല്ലെങ്കിൽ കൂടുതലാവുകയാണ് ഉണ്ടായത്. അല്പം അല്പം വർദ്ധിച്ചു SIPയിലേക്കുള്ള നിക്ഷേപം എന്ന് വേണം കരുതാൻ. മാർക്കറ്റിനെ കൂടുതൽ മച്യൂരിറ്റിയോടെ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി അതിലുണ്ട്. മാർക്കറ്റിലേക്ക് എങ്ങനെ പണം ഇറക്കണം, എവിടെ ഇറക്കണം എന്നവർ മാറി ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഇക്വിറ്റി എപ്പോഴും ഇങ്ങനെ ഇത് ആടി കളിക്കുന്ന ഒരു സമയത്ത് മറ്റു ഫണ്ടുകളിലേക്ക്, ഇക്വിറ്റിന് ഡെപ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ മൾട്ടി ക്യാപ് അസറ്റ് ഫണ്ട്, മറ്റ് ഗോൾഡിൻ്റെ ഇതൊക്കെ ചേർന്ന ഫണ്ടുകളിലേക്ക് ഇതെല്ലാം മാറ്റാൻ ആളുകൾ തയ്യാറാകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ന്യൂ ഫണ്ട് ഓഫർ വന്നതിന് നല്ല പ്രതികരണങ്ങളാണ് ഈ മാസം ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാർക്കറ്റ് അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും വിചാരിക്കാം. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇതിൽ നിന്നെല്ലാം കാണുന്നത്. ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും 29, 28, 29 ലെവലിൽ എന്തായാലും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പുതിയ ഹൈകൾ കാണിക്കാൻ ഒരുപാട് കാലതാമസമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജൂലൈയിൽ പുതിയ ഹൈകൾ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ 2 ഷെയറുകളെ കുറിച്ച് ഇന്ന് ചിലരുടെയൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷെയറുകളെ ഒന്ന് പരിചയപ്പെടുത്താം. ഗ്രാസിം ഇൻഡസ്ട്രീസ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഷെയറുകൾ തന്നെയാണ്. ഗ്രാസിം ഇൻഡസ്ട്രീസ് പലതരം ബിസിനസ്സുകളിലും ഏർപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. അതിൻ്റെ പഴയൊരു കമ്പനിയാണ്. ബിർള ഗ്രൂപ്പിൻ്റെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതിന് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനെ 3500 രൂപ വരെ അത് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലി പറയുന്നത്. മെയിനായിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെയിന്റ് ബിസിനസ്സിൽ അവർ വമ്പിച്ച വിജയം നേടിയെന്നാണ്. പുതിയതായി ഇറങ്ങിയ ഓപ്പസ് പെയിന്റിൻ്റെ വിൽപ്പന ഈ മോർഗൻ സ്റ്റാൻലിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 150 കോടി രൂപയുടെ ബിസിനസ് അതിൽ നിന്നുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് 360 കോടി രൂപയുടെ ബിസിനസ് അതിൽ നടക്കുമെന്നാണ് ഇപ്പോഴവർ കണക്ക് കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലേറെ വർധനയുണ്ടാകുന്നു. അപ്പോൾ ആ രീതിയിൽ ആ ഷെയറിൽ അത് പ്രതിഫലിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. പിന്നെ അൾട്രാടെക് സിമെന്റ് ആണ്. അൾട്രാടെക് സിമെന്റിന്റെ മാതൃ കമ്പനിയാണ് ഈ ഗ്രാസിം. അപ്പോൾ അൾട്രാടെക് സിമെന്റിന് വളർച്ച, ഏറ്റവും നല്ല വളർച്ച ഉണ്ടാകും അടുത്ത 2 ക്വാർട്ടറിലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ കൂടിയിട്ടാണ് അവർ 3500 ഗ്രാസിമിന് നൽകിയിരിക്കുന്നത്, ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ 2704 ഈ ഇത് വന്നതോടുകൂടി ഒരു 9% ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2704. ഗ്രാസിമിന്റെ ഗ്രാഫ് മുകളിലോട്ടാകുമെന്ന് ഏകദേശം എല്ലാ ബ്രോക്കർമാരും ഇന്ന് പാനലൈസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒന്ന് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ്. മറ്റൊന്ന് കോഫോർജ് ആണ്. കോഫോർജ് ഞാൻ നേരത്തെയൊക്കെ വാങ്ങാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അതിന് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നിരിക്കുന്നു. അതും കഴിഞ്ഞ് അത് നല്ല രീതിയിൽ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ അതും ഒരു JP മോർഗൻ പറയുന്നത് അതിന് ഓവർ വെയിറ്റ് കൊടുക്കാമെന്നാണ്. അതുപോലെ അതിൻ്റെ 2080 രൂപയിലേക്ക് എത്തുമെന്ന് പറയുന്നു. ഇന്ന് അത് 1833 രൂപയിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അത് സ്പ്ലിറ്റ് കഴിഞ്ഞപ്പോൾ 1300-നും 1400-നും ഇടയിൽ നമ്മൾക്ക് കിട്ടുമായിരുന്ന ഒരു ഷെയർ ആയിരുന്നു അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ രീതിയിൽ അത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1700 1833 അപ്പോൾ അതിന് ഒരു ഉയർച്ചയ്ക്ക് ഇനിയൊരു സാധ്യതയുണ്ട്. 2080 എത്തുമ്പോൾ ഒരു 16% ഉയരാൻ സാധ്യതയുണ്ടെന്ന് JP മോർഗൻ പറയുന്നു. കോഫോർജ് ഞാൻ 1-2 തവണ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഷെയർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ അന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഇതെല്ലാം കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അത് 1833 ഇപ്പോൾ നിൽക്കുന്നു. 2080 എത്തുമെന്ന് JP മോർഗൻ പറയുന്നു.
ആ ഷെയറിനെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതായതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്ന ഷെയറുകളാണ്. ഇതൊക്കെ മെയിൻ സ്ട്രീമിലുള്ള ഷെയറുകളാണ്. അത്ര റിസ്ക് ഒന്നും ഇല്ലാത്ത ഷെയറുകളാണെന്ന് ഞാൻ പറയുകയുള്ളൂ. ഈ തകർച്ച എത്ര തകർന്നു പോകുമ്പോഴും ഗ്രാസിം ഇൻഡസ്ട്രീസിനൊക്കെ എവിടം വരെ എത്താമെന്ന് നമ്മൾക്കൊരു ധാരണയുണ്ട്. അത് കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പൊളിഞ്ഞു പാളിസരിച്ച് പോകുന്നതൊന്നുമല്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഓപ്പസ് പെയിന്റ് വന്നപ്പോഴാണ് ഏഷ്യൻ പെയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഏഷ്യൻ പെയിന്റ്സിൻ്റെ ഒക്കെ ഉയർച്ച ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അത് വരുന്നത്. അതിനുശേഷം ഏഷ്യൻ പെയിന്റ്സ് താഴോട്ട് തന്നെ വരുന്നു എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൊടുക്കാൻ ഓപ്പസ് പെയിന്റിന് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇൻഡിഗോയൊക്കെ വന്നെങ്കിൽ തന്നെ ഇൻഡിഗോയുടെ കോമ്പറ്റീഷനുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് വളരെയേറെ നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നു എന്നാണ് മാർക്കറ്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് അവർ അതിനെ ഇതൊരു ഏറ്റവും നല്ല ഒരു ഉയർച്ചയ്ക്കുള്ള കാരണമായി ഈ പെയിന്റ് ബിസിനസ്സിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഗ്രാസിം ഇൻഡസ്ട്രീസ്, കോഫോർജ് ഇത്തരം ഷെയറുകളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് വാങ്ങുക ഒന്നും ചെയ്ത് അതിൽ പെടണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. അതിനൊക്കെ ഒരു ഡിപ്പ് കിട്ടുന്ന സമയങ്ങളിൽ മാത്രം നിങ്ങൾ കുറച്ച് വാങ്ങുക. അല്ലാതെ നിക്ഷേപകർ ഒരു കാരണവശാലും ഒന്നിച്ചത് വാങ്ങി ഏത് സമയത്താണെങ്കിലും, ഇപ്പൊ താഴെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒന്നിച്ചത് വാങ്ങാൻ നിൽക്കരുത്. കാരണം അതിൻ്റെ താഴ്ചകൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ, ഉയർച്ചകളും അറിഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ തന്നെ കാണണം, ആ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുമില്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്തരം സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വീണ്ടും കാണാം.